കഴിഞ്ഞ 5 വർഷക്കാലം ഇടത് സർക്കാരിൽ നിന്ന് അവഗണനകൾ മാത്രമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയതായി അധികാരത്തിൽ വരുന്ന UDF സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായും സംഘടന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന് നിവേദനം സമർപ്പിച്ചിരുന്നതായും തുടർന്ന് UDF പ്രകടന പത്രികയിൽ റേഷൻ വ്യാപാരികളുടെയും സെയിൽസ്മാൻമാരുടെയും വേതനം കാലോചിതമായി പരിഷ്കരിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നതായും നേതാക്കൾ പറയുന്നു. തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ UDF സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും നേതാക്കൾ കൂട്ടിച്ചേർത്തു. റേഷൻ വ്യാപാരികൾക്ക് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തെ വേതനം കുടിശ്ശികയാണ്. ഇതുമൂലം കെട്ടിട വാടകയും സെയിൽസ്മാനുള്ള വേതനവും ഉൾപ്പെടെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയും വ്യാപാരികൾക്കുണ്ട്. റേഷൻ മുടങ്ങാതെ കൃത്യസമയത്ത് ലഭ്യമാക്കുക, മാവേലി സ്റ്റോറിലെ പോലെ സബ്സിഡി പലവ്യഞ്ജനങ്ങൾ റേഷൻ കടകളിലൂടെ ലഭ്യമാക്കി പൊതുവിതരണം ശക്തമാക്കുക, പ്രകടന പത്രികയിലെ വാഗ്ദാനം പോലെ റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിച്ച എല്ലാ മാസവും 10-ാം തീയതിക്കകം നൽകുക, KTPDS ഉത്തരവിലെ ഭേദഗതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, റേഷൻ വ്യാപാരികൾക്കും സെയിൽസ്മാനും ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് സംഘടന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ, ജനറൽ സെക്രട്ടറി KB ബിജു, ട്രഷറർ V അജിത് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ തൈക്കൻ സത്താർ, ശിവദാസ് വേലിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും സർക്കാരിനെ സമീപിച്ചെങ്കിലും അതിനൊക്കെ വേണ്ട രീതിയിൽ പരിഗണന നൽകാത്തതുകൊണ്ട് പുതിയ ഗവൺമെന്റിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ഞങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് കിട്ടേണ്ട വേതനം അതേസമയത്ത് കൃത്യമായ രീതിയിൽ റേഷൻ വിതരണത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ രാജ്യത്തെ ജനങ്ങളിൽ എത്തിക്കേണ്ട കാര്യത്തിൽ ഗവൺമെന്റ് വരാൻ പോകുന്ന ഗവൺമെന്റ് വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ശക്തമായ ഗുണം ഈ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാവാൻ പോകും. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം ഞങ്ങൾ നടത്തുന്നത്.